തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക ചോദ്യോത്സവം അതിൻ്റെ ചെറിയ വിശേഷങ്ങളാവാം. ഏതോ തമിഴ് ക്ഷേത്രം ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇന്ന് തോന്നിയത്. സാധാരണ കണ്ട് മഞ്ഞപ്പൊടിയുടെയും ഗുരുതിയുടെയും ഗന്ധമാണ് ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കാറ്. പക്ഷെ ഇന്ന് വിഭൂതിയുടെയും പനിനീരിൻ്റെയും മല്ലിപ്പൂവിൻ്റെയും ഗന്ധം കൊടുങ്ങല്ലൂർ കാവിൽ നിറഞ്ഞതുണ്ട്. എവിടെ നോക്കിയാലും രുദ്രാക്ഷധാരികൾ, ഭസ്മധാരികൾ. തേവാര ഗീതങ്ങൾ കൂടി ആയപ്പോൾ ഒരാളല്ല കേട്ടോ, 100 കണക്കിന് തമിഴ് ഭക്തർ. ഓരോ ശബ്ദത്തിൽ, ഓരോ താളത്തിൽ, ഓരോ ഈണത്തിൽ ഒരു സ്പിരിച്വൽ ട്രാൻസിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ശിവഭക്തരും ഉറ്റ ചെങ്ങാതിമാരുമായിരുന്ന ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും ഉടലോടെ കൈലാസത്തിലേക്ക് പോയി എന്നാണ് ഈ ആഘോഷയാത്രയുടെ ഐതിഹ്യം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും വെള്ള കുതിരപ്പുറത്ത് ചേരമാൻ പെരുമാളും വെള്ള ആനപ്പുറത്ത് സുന്ദര നായനാരുടെ വിഗ്രഹവും തിരുവഞ്ചിക്കുളത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഉത്സവത്തെക്കുറിച്ചും ഈ ഒരു യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചത് കിരൺ ചേട്ടനാണ് കേട്ടോ. കിരൺ ചേട്ടാ, ഒരുപാട് നന്ദി.